ഇതിനു പുറമെ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കണമെന്നുണ്ട്. ഒന്ന്, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം BJP അവരുടെ ഒരു നിഴൽ മന്ത്രിസഭയായി ശ്രീ VD സതീശൻ മന്ത്രിസഭ മാറുകയാണ്. അവരുടെ ഒരു ഷാഡോ ആയി മാറുകയാണ്. സംഘപരിവാറിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ നടപ്പിലാക്കുന്നു. അത് അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ വിവിധ നിയമനങ്ങൾ, അന്ന് നമ്മൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാജ്യത്തെ തന്നെ സംഘപരിവാറിൻ്റെ പ്രധാന ടാർഗറ്റ് പോയിന്റ് സർവകലാശാലകളാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആ സർവകലാശാലകളിലെ ഭരണം പിടിക്കാൻ, അവിടുത്തെ സിലബസിൽ ഇടപെടാൻ സംഘപരിവാർ ടൂളായി ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യവശാൽ ലോക്ഭവനെയും ഗവർണറെയുമാണ്. അതിനെതിരായൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. തെരുവിൽ SFI, ഭരണത്തിൽ LDF ഗവൺമെൻറ്. ഇപ്പോൾ BJPയുടെ ഈ നിഴൽ മന്ത്രിസഭ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ഈ വർഗീയവൽക്കരണ നീക്കങ്ങൾക്ക്, സർവകലാശാലകൾ പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. MG സർവകലാശാലയിൽ അവിടെ സെനറ്റിലേക്ക് 30 പേരെയാണ് ഗവർണർ ഏകപക്ഷീയമായി നോമിനേറ്റ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുണ്ട്. RSS അഫിലിയേറ്റഡ് സംഘടനകളായിട്ടുള്ള ദേശീയ അഭിഭാഷക പരിഷത്ത്, ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് സംഘ്, സ്കൂൾ ടീച്ചേഴ്സ് സംഘ്, ABVP, ഈ സംഘടനകളുടെ നേതാക്കളാണ് MG സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഇതിനെതിരെ ഗവൺമെൻറ് കോടതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി M. ജോൺ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറെ പോയി കണ്ട് ഇക്കാര്യത്തിലുള്ള സർക്കാരിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നില്ല? പോട്ടെ, KPCC എന്തുകൊണ്ട് ഇതിലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നില്ല? എന്താണ് KPCCയുടെ സ്റ്റാൻഡ്? ഇതിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ്? ഗവർണർ ചെയ്ത് ശരിയോ തെറ്റോ? ഇതൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി വേണ്ടേ, നിലപാട് വേണ്ടേ? ആ നിലപാട് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചേർന്ന് പോവുകയാണ്. അങ്ങനെ ചേർന്ന് ഒന്നായി ഒരു മനസ്സായി ഇവർ പോകുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും അതീവ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. റെസിസ്റ്റൻസ് ഉണ്ടാക്കണം ഗവൺമെൻറ്റിൽ നിന്ന്. അതുണ്ടാകുന്നില്ല എന്നത് BJPയുടെ ഒരു നിഴൽ മന്ത്രിസഭയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിലും DYFI അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. DYFIയുടെ കേരള സംസ്ഥാന ഘടകം അക്കാര്യത്തിൽ പ്രതികരിക്കും. മാത്രവുമല്ല, SFI ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. കഴിയുമെങ്കിൽ DYFI SFIയുമായും അതോടൊപ്പം തന്നെ ഈ രംഗത്തെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന ജനാധിപത്യ സംഘടനകളുണ്ട്, അങ്ങനെ യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും ഒരു ജോയിൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായൊരു പ്രതിരോധ സമയമായിരിക്കുന്നു എന്നാണ് DYFI കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വിശദീകരിക്കാനുള്ളത്.